ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും എൻ്റെ ചാനലിലേക്കും എൻ്റെ വീഡിയോയിലേക്കും വീണ്ടും 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 സ്വാഗതം. അങ്ങനെ ഭ്രമിപ്പിച്ച് ഭ്രമയുഗം എത്തിയിരിക്കുകയാണ് മക്കളെ തിയേറ്ററിൽ. ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യത്തെ ദിവസം എനിക്ക് കാണാൻ സാധിച്ചില്ല. രണ്ടാമത്തെ ദിവസമാണ് എനിക്ക് കാണാൻ പറ്റിയത്. തിരക്കുകൾ കൊണ്ട്. പക്ഷേ ആദ്യത്തെ ദിവസം ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ക്യാൻസൽ ആക്കേണ്ടി വന്നു. അതുകൊണ്ട് എൻ്റെ തിരക്കുകൾ കൊണ്ട് അതെനിക്ക് വലിയ നഷ്ടബോധമുണ്ട്. എന്നിരുന്നാലും ഇന്നലെ ഞാൻ കണ്ടു പടം. പടം നമ്മളെ ഇപ്പോഴും ആ ഭ്രമ യുഗത്തിൽ തന്നെ നിർത്തിയിരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പേഴ്സണൽ ഫീലിംഗ് അങ്ങനെ കേട്ടോ. ആ ഭ്രമം എന്ന് പറഞ്ഞാൽ ഡാർക്ക് ഫാന്റസി അല്ലെങ്കിൽ ഡാർക്ക് ഹൊറർ ത്രില്ലർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ അത് ഈ സംവിധായകന്റെ മികവിന് നമ്മൾ അംഗീകരിച്ചു. അയാളുടെ ധൈര്യമല്ല, അയാളുടെ കോൺഫിഡൻസ് ആണ് പറയേണ്ടത്. ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം, അതും മമ്മൂക്കയൊക്കെ അഭിനയിക്കുന്നത്. ഇതിനകത്ത് ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് രോമാഞ്ചടിച്ചിരിക്കുക. കാരണം നിങ്ങളിത് കാണണം കേട്ടോ. ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾ OTT വരാൻ നിൽക്കരുത്. തിയേറ്ററിൽ തന്നെ പോയി മസ്റ്റ് വാച്ച് ആണ് ഇതൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ലൈഫിൽ ഒരു നമ്മുടെ കലാസ്വാദനത്തിന്റെ വലിയൊരു ഏടാണ് ഇത്. വലിയൊരു ഒരു 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 കിരീടം എന്ന് വേണമെങ്കിൽ പറയാം. കിരീടത്തിലെ പൊന്തൂവൽ എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് മമ്മൂക്കയുടെ കരിയറിലെ, ഒരുപക്ഷെ ഈ ഡയറക്ടറിന്റെ കരിയറിലെ, അല്ലെങ്കിൽ ഇത് അഭിനയിച്ച എല്ലാ ആൾക്കാരുടെയും കരിയറിലെ, ഒരുപക്ഷെ ഇതിൽ ഈ സിനിമ റിലീസ് ചെയ്ത നാളുകളിൽ കടന്നു പോകുന്ന പ്രേക്ഷകരുടെ ജീവിതത്തിലും ഇതൊരു കലയുടെ ഒരു പൊൻതൂവൽ, ഒരു പൊൻ കിരീടമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയ്ക്ക് മനോഹരമായിട്ട്, അത്രയ്ക്ക് ഭീതിജനകമായിട്ട് ഈ പടം ഇവർ ചിത്രീകരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. ആ വെള്ളച്ചാട്ടങ്ങൾ, അതുപോലെ ഇതിനകത്ത് എടുത്തു പറയേണ്ട രണ്ട് ക്യാരക്ടർ അർജുൻ അശോകൻ. മമ്മൂട്ടിയെ കൂടാതെ, മമ്മൂട്ടിയെ കുറിച്ച് എനിക്കൊന്നും ഇനി പറയാനില്ല. അദ്ദേഹം നാഷണൽ അല്ല ഇന്റർനാഷണൽ ലെവൽ ആക്ടിംഗ് ആണ് അടുത്ത് കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തെയൊക്കെ ഓസ്കാറിലേക്ക് പരിഗണിക്കാത്ത എന്തേ എന്ന് ചോദിച്ചു പോകുന്ന സിനിമയാണിത്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട അർജുൻ അശോകൻ. ഗംഭീരം എന്ന് പറഞ്ഞാൽ അർജുൻ അശോക താങ്കളെ നമിച്ചിരിക്കുന്നു. അതുപോലെ സിദ്ധാർത്ഥ്. പിന്നെ അതിലെനിക്ക് എന്താ പറയുക, സിദ്ധാർത്ഥിനെയൊക്കെ നമുക്ക് ഒരു രക്ഷയില്ല. വല്ലാത്തൊരു അഭിനയമാണ് അതിനകത്ത് അദ്ദേഹം കാണിച്ചു വെച്ചാൽ. പ്രത്യേകിച്ച് ഭാവമൊന്നുമില്ല. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ ചവച്ചുകൊണ്ട് നിൽക്കുന്നു. അതൊക്കെ എനിക്കറിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ കണ്ണുകൾ കൂടെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഇതിനകത്ത്. എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് വലിയ മതിപ്പുള്ള ഒരു നടനായിരുന്നില്ല ഈ സിദ്ധാർത്ഥ്. പക്ഷെ സിദ്ധാർത്ഥിനകത്ത് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അദ്ദേഹത്തിന്റെ ഒരു സിദ്ധാർത്ഥ ഭരത്തിന്റെ ആക്ടിങ് വല്ലാത്തൊരു, ഞാൻ എന്തിനായിരിക്കും ഇദ്ദേഹത്തിന് അത് കാസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക, മേ ബി ആർക്കറിയാം എന്നൊരു ചിന്ത. ഈവൻ ടീസറും ട്രെയിലറും കണ്ടപ്പോഴും എനിക്ക് ആ ഒരു സംശയം ഉണ്ടായിരുന്നു. അർജുൻ അശോകൻ എനിക്ക് ഇഷ്ടമാണ്. കാരണം അദ്ദേഹം ഒരുപാട് മികവുറ്റ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴും ഇന്നത്തെ വരും എങ്ങനെയാവും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞത് സിദ്ധാർത്ഥാണ്. കാരണം അദ്ദേഹം, അയ്യോ ഒന്നും പറയാനില്ല കേട്ടോ. അദ്ദേഹം ഫൈനൽ എൻഡ് വരെ ഇത് ഈ മൂന്ന് കഥാപാത്രങ്ങളാണ്, മമ്മൂക്ക, സിദ്ധാർത്ഥ്, അശോകൻ. പക്ഷെ വല്ലാത്ത ആക്ടിങ് തന്നെ. വല്ലാത്തെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങാനായിട്ട് പറ്റുന്നില്ല. ആ ഒരു ഭ്രമത്തിൽ നിന്ന് ഇറങ്ങാൻ ശരിക്കും ഭ്രമിപ്പിച്ചു കളയുവാണ് ഇതിനകത്തിരുന്ന ആൾക്കാരെ. പല പോയിന്റിലും ഇതിനകത്ത് നമ്മളെ ഭ്രമിപ്പിച്ചു കളയും. പേടിയല്ല, പേടിക്ക് പല തലങ്ങളുണ്ടല്ലോ നമുക്ക്. നമ്മൾ ഇതുവരെ എന്താ പറയാ, നമ്മുടെ സണ്ണിക്കുട്ടി പറയുന്ന പോലെ ഇതുവരെ ആരും സഞ്ചരിച്ചില്ലാത്ത മേഖലകളിലൂടെ ഞങ്ങൾക്ക് സഞ്ചരിക്കേണ്ടി വരും എന്ന് പറയുന്ന പോലെ ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ പ്രേക്ഷകനെ കൊണ്ടുപോയ മിസ്റ്റർ ഡയറക്ടർ, താങ്കൾക്കാണ് ഏറ്റവും വലിയ കയ്യടി. അതോടൊപ്പം തന്നെ ഇത് അഭിനയിച്ച് തകർത്ത നമ്മുടെ പ്രിയ മമ്മൂക്കയ്ക്ക്, അദ്ദേഹത്തിനെ കുറിച്ച് എന്താ പറയാ, അദ്ദേഹം ഇങ്ങനെ പൊന്തൂവലാണോ കിരീടാണോ വാരിക്കൊണ്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ ഒരു സെലക്ഷൻ ഓഫ് സ്റ്റോറീസ് ആയിരിക്കാം, സ്ക്രിപ്റ്റ് ആയിരിക്കാം. ഇതില് ഞാൻ ആരെയും കമ്പയർ ചെയ്യൊന്നുമില്ല. പക്ഷെ ഇതിനകത്ത് അദ്ദേഹത്തിന്റെ മേക്കപ്പ്, അതിനൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. അദ്ദേഹത്തിന്റെ ആ പല്ലുണ്ടല്ലോ, പിന്നെ അദ്ദേഹത്തിന്റെ ചിരി, അദ്ദേഹത്തിന്റെ നോട്ടം, അദ്ദേഹത്തിന്റെ കൈകളുടെ ചലനങ്ങൾ പോലും ഈ ഡയറക്ടർ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ സൈലൻസ്, കട്ട സൈലൻസ്, മഴയുടെ സംഗീതം, പിന്നെ മൊത്തത്തില് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഒന്നും പറയാനില്ല. സൂപ്പർ ആയിട്ടുള്ള ഒരു പടമാണ്. നിങ്ങൾക്കിത് മിസ് ചെയ്യും. നിങ്ങളിത് കണ്ടില്ലെങ്കിൽ മലയാളിയുടെ ചരിത്രത്തിൽ തന്നെ, ഓരോ മലയാളിയുടെയും ലൈഫ് സ്പാനിലെ ഒരു വലിയ നഷ്ടമായിരിക്കും നിങ്ങൾ ഈ സിനിമ കാണാത്തതെന്ന് എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ ഞാൻ പറയുവാണ്. ഞാൻ വിചാരിച്ചത് പക്ക ഒരു അവാർഡായിരിക്കും, വേറൊന്നും ഇതിനകത്തില്ല എന്ന് ചിന്തിച്ചിരുന്നു ഞാൻ. പക്ഷേ അല്ല, ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. എസ്പെഷ്യലി 18 വയസ്സിന് മേലുള്ള ആൾക്കാർ കാണും. കുഞ്ഞുങ്ങളെ കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിൽ നമ്മളെ പേടിപ്പിക്കുന്ന ഫാക്ടർ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ, അതിനകത്ത് ഇങ്ങനെ നമുക്ക് കണ്ണുകൾ കൊണ്ട്, അതിനകത്ത് സിദ്ധാർത്ഥ് ഭരതൻ പറയുന്നൊരു ഡയലോഗുണ്ട്, നിനക്കത് കണ്ടാൽ മനസ്സിലാവില്ല, പറഞ്ഞു തരാനാവില്ല, കണ്ട് മനസ്സിലാക്കൂ നീ എന്ന് പറയുന്നൊരു ഡയലോഗുണ്ട് ആ സിനിമയിൽ. അത് തന്നെയാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പ്രേക്ഷകരോടും പറയുന്നത്. നിങ്ങൾക്കത് പറഞ്ഞു തരാനാവില്ല, നിങ്ങൾ കണ്ട് തന്നെ അനുഭവിച്ച് തന്നെ അറിയുക. നിങ്ങളുടെ സിരകളിലൂടെ ബ്ലാക്ക് ബ്ലഡ് ഒഴുകുന്നത്, അതിങ്ങനെ ഷിറെന്ന് പറഞ്ഞ് കയറുന്നത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ദയവായി തിയേറ്ററിൽ തന്നെ പോയി കാണുക. OTT റിലീസിന് വേണ്ടി നിൽക്കരുത്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട കുറച്ച് ക്യാരക്ടേഴ്സിന്റെ പേര് മറക്കാതിരിക്കുകയാണ്. സിനിമാറ്റോഗ്രാഫി ഷഹ്നാദ് ജലാൽ, സൂപ്പർ.
എഡിറ്റിംഗ് ഷഫീഖ് മുഹമ്മദ് അലി, അതിലും സൂപ്പർ. ആൻഡ് ദ മ്യൂസിക് ക്രിസ്റ്റോ സേവ്യർ. ഈ 3 പേരെ ഞാൻ മസ്റ്റായിട്ടും പറയണമെന്ന് വിചാരിച്ചിരുന്നതാണ്. ആ മ്യൂസിക്കിനകത്ത് പാടുന്ന പാട്ടുകൾ, മ്യൂസിക് അതിനകത്ത് ആ ഒരു എന്താ പറയുന്ന ഒരു ഡമരുവോ എന്തൊക്കെയോ വെച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഗംഭീരമാണ്. ഇത്രയും സമയമെടുത്തല്ലാതെ ഈ പടത്തെക്കുറിച്ച് പറയാൻ പറ്റില്ല. കുറച്ച് വാക്കുകൾ നിർത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തത്. സോ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത സിനിമയുടെ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.